ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നു. പേജ് നമ്പർ 24, ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, പ്രൂവ് ദാറ്റ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഞാൻ ഒന്ന് എഴുതട്ടെ. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 1/3, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 1/6. നമ്മളോട് ഇവർ എന്താ പ്രൂവ് ചെയ്തെന്ന് പറയാമോ? ഈ സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് വരുമെന്ന്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മുടെ എണ്ണൽ സംഖ്യകൾ. ഇത് നോക്കി, ഈ സീരീസ് എഴുതുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ടേം 1/3 ആണ്. അത് നാച്ചുറൽ നമ്പർ ആണോ? ഇല്ലല്ലോ, അത് ഫ്രാക്ഷൻ അല്ലേ? അല്ലേ? അപ്പം ഇതിനകത്ത് ഈ സീരീസിൽ ഫ്രാക്ഷൻസും വരുന്നുണ്ട്, നാച്ചുറൽ നമ്പേഴ്സും വരുന്നുണ്ട്. കാരണം കോമൺ ഡിഫറൻസ് 1/6 അതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്തായാലും എവിടെ എല്ലാം എന്തൊക്കെ വരും? ഫ്രാക്ഷൻസ് വരും. സീരീസ് നമ്മൾ എഴുതുവാണെങ്കിൽ, സീരീസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, അതായത് ഈ സീരീസ് എഴുതിയ ഫസ്റ്റ് ടേം 1/3 ആണ്. സെക്കൻഡ് ടേം തന്നെ ആയിരിക്കും. സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 1/3 കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടാൻ പറ്റും? അപ്പൊ നമ്മളിത് ക്രോസ് ചെയ്യും. 6 + 3 18, 9 എത്രയാണ്? 1/2 ആയിരിക്കും സെക്കൻഡ് ടേം. നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് കോമൺ ഡിഫറൻസ് കൂട്ടി പോകാം. അപ്പൊ ഇവർ ചോദിച്ചിരിക്കുവാണ്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് പൊസിഷനിൽ എവിടെയെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് വരുമോ, അല്ലെ നമ്മൾ എണ്ണുന്ന സംഖ്യ വരുമോ എന്നാ ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം വരുമോ എന്ന്. വരും, നമുക്ക് നോക്കാം. അതിനു വേണ്ടി ആദ്യം നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ ഓൾജിബ്രാക് എക്സ്പ്രഷൻ. നമുക്ക് അതാണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞുണ്ടല്ലോ, നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഓൾജിബ്രാക് എക്സ്പ്രഷന്റെ ഗുണം. അല്ല നമ്മൾ ഇരുന്ന് കൂട്ടി കോമൺ ഡിഫറൻസ് കൂട്ടി ഇപ്പം ഒരു 100th ടേം കണ്ടുപിടിച്ച് ഫസ്റ്റ് ടേം തരുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്രയും പ്രാവശ്യം ഇരുന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമോ? ഇല്ല. അതിനുള്ള എളുപ്പവഴിയാ മക്കളെ നമ്മുടെ ഓൾജിബ്രാക് എക്സ്പ്രഷൻ. ഫോർമുല നമുക്കറിയാം. എക്സ് എൻ ഇസിക്കൽ, ഞാൻ ഇതായിപ്പോ ഉപയോഗിക്കുന്നത് കേട്ടോ, F - A. നമ്മൾ ആ ഫസ്റ്റ് പ്രോബ്ലത്തിൽ മറ്റേത് ഉപയോഗിച്ചു, കാരണം അത് ചെയ്യാൻ എളുപ്പം അതായിരുന്നു. കാരണം അതങ്ങനെ ഇട്ട് കൊടുത്ത് ചെയ്യാൻ എളുപ്പം. അത് ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു എന്തായിരുന്നു. അപ്പോൾ ഓക്കെ, XN = D തന്നിട്ടുണ്ട് 1/6n പ്ലസ് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 1/3 മൈനസ് കോമൺ ഡിഫറൻസ് 1/6. വാല്യൂസ് കൊടുക്കുന്നേ ഉള്ളൂ. = 1/6n പ്ലസ് ഒരുപോലെ ആക്കണ്ടേ? എന്ത് ചെയ്യും? നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കുക. കാരണം ഡിനോമിനേറ്റർ സെയിം ആക്കാതെ നമുക്ക് സബ്ട്രാക്ഷൻ പറ്റില്ല, ഫ്രാക്ഷൻ. അപ്പൊ എന്ത് വരും? 1 × 6 6 മൈനസ് 3 × 1 3/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6n പ്ലസ് സബ്ട്രാക്ട് ചെയ്തേ 3 18, ഇതൊന്ന് വെട്ടിക്കളഞ്ഞു 6. അപ്പൊ ആൻസർ എന്നാ വന്നു? XN = XN കിടപ്പുണ്ടായിരുന്നു കേട്ടോ. XN = 1/6n എന്നും 1/6 എന്നും വന്നു അല്ലേ? അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ കോമൺ ആയിട്ട് എനിക്ക് ആരെ എടുക്കാം? 1/6നെ വെളിയിൽ എടുക്കാവേ. അപ്പൊ ഞാൻ 1/6നെ വെളിയിൽ എടുത്തു. അപ്പൊ ഇവിടെ 1/6 പോയി കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? n പ്ലസ് ഇവിടുന്ന് 1/6 പോയി കഴിഞ്ഞാൽ 0 ആണോ? അല്ല, 1 ഉണ്ട്. 1 ആണ് കേട്ടോ അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോർമുല കിട്ടി. ഞാൻ മേളിലോട്ട് എഴുതുവാണേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വേണ്ടല്ലോ. ഓക്കെ, XN = ഫോർമുല അല്ല, ഓൾജിബ്രാക് എക്സ്പ്രഷൻ കിട്ടി. n+1. ഇതാണ് നമ്മുടെ ഓൾജിബ്രാക് എക്സ്പ്രഷൻ. ഇത്ര എഴുതാൻ പറഞ്ഞാൽ മതി. ഓൾജിബ്രാക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയും മതി. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഓൾജിബ്രാക് എക്സ്പ്രഷൻ അല്ലെ ഈ സീരീസ് നമ്മളിപ്പോൾ കണ്ടായിരുന്നു. ഈ സീരീസ് ഫസ്റ്റ് ടേം 1/3 ആണ്, സെക്കൻഡ് ടേം 1/2 ആണ് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ എവിടൊക്കെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് വരുമെന്ന് കണ്ടുപിടിച്ച് നോക്കണം. മനസ്സിലായോ? അപ്പം നമുക്ക് ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്. അപ്പൊ ഞാൻ ഈ എന്നിന്റെ സ്ഥാനത്ത് എത്ര ഇട്ടാൽ, അതായത് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ ഇത് പൂർണ്ണസംഖ്യ ആകത്തുള്ളൂ. ആണോ? ഇവിടെ 1/6 കിടപ്പുണ്ട്. അപ്പൊ മേളില് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന സംഖ്യയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഞാൻ ഒന്ന് ഓർമ്മ കാണിക്കാവേ. 3 എന്ന് ഇട്ട് കൊടുക്കാം. എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ടാൽ ഇക്വേഷൻ എങ്ങനെ വരും? 1/6. എന്നിന്റെ സ്ഥാനത്ത് 3 + 1 കണ്ടോ? ദാറ്റ് ഈസ് 1/6 ഇൻറ്റു 3 + 1 എത്രയാ? 4/6 ആണ്. അത് വെട്ടിക്കളഞ്ഞാൽ പോലും പിന്നെ 2 4 കണ്ടോ? 2/3. തേർഡ് പൊസിഷനിൽ ഏതായിരിക്കും നമ്പർ വരുന്നത്? 2/3 കണ്ടോ? നമ്മൾ 4th ഇട്ട് കൊടുത്ത് നോക്കി. 4th ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ പോകും. അപ്പം നമുക്ക് എപ്പോഴും 6ന്റെ മൾട്ടിപ്പിൾ വേണം മേളിൽ വരാൻ, എന്നാലും വെട്ടിക്കളയാൻ പറ്റത്തുള്ളൂ. 6ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ എത്രയാ? 6 × 1 6. അപ്പൊ ഇവിടെ 6 വരണമെങ്കിൽ ഈ സ്ഥാനത്ത് തന്നെ ആയിരിക്കുന്നുണ്ട്. ഇവിടെ 1 ഉണ്ട്. മേളിൽ 6 വരണമെങ്കിൽ ഇവിടെ 5 + 1 അല്ലേ 6. അപ്പൊ ഞാൻ x5 ഒന്ന് കണ്ടു നോക്കട്ടെ. 1/6 ×
എന്നിൻ്റെ സ്ഥാനത്ത് 5 + 1 ദാറ്റ് ഈസ് 1/6 × 6. 6 6 വെട്ടിപ്പോയി ആൻസർ അതേ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടി ഫ്രാക്ഷന് പകരം. മനസ്സിലായോ? അപ്പം ഇവിടെ ഡിനോമിനേറ്റർ 6 കിടക്കുന്നത് കൊണ്ട് 6ന്റെ മൾട്ടിപ്പിൾസ് വേണം മേളിൽ വരാൻ. ഇത് മേളിൽ കിടക്കുന്ന കേട്ടോ, 1/6 × n + 1 എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന വിചാരിക്കും താഴെയാണ് കേട്ടോ. അപ്പം അതിന് അടുത്ത മൾട്ടിപ്പിൾ ഏതാ? ഒന്ന് 6 × 6 6 × 2 12. ഇവിടെ 12 വരണമെങ്കിൽ ഇവിടെ എത്ര വരണം? എന്നിൻ്റെ സ്ഥാനത്ത് 11 11 + 1 ആയിരിക്കും 12. അപ്പം ഞാൻ അടുത്ത എത്ര കണ്ടുപിടിക്കാൻ പോകുന്നത്? x11. ഓക്കെ, 1/6 എന്നിൻ്റെ സ്ഥാനത്ത് 11 + 1 = 1/6 × 12. കണ്ടോ? ആൻസർ 2. ഇനി അപ്പം 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 18. 6 × 3 18. 18 വരണമെങ്കിൽ ഇവിടെ എത്ര വരണം? 17 17 + 1 18. അപ്പോൾ ഞാൻ അടുത്ത എത്രയായിരിക്കും വരുന്നത്? x17. നോക്കിയേ, 17 ഇട്ട് കൊടുത്തേ. 17 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 × 18. കേട്ടോ, അങ്ങനെ അങ്ങനെ പോകും. അപ്പം നമുക്ക് സംഖ്യകൾ കിട്ടി. അപ്പോൾ എത്രാമത്തെ പൊസിഷനിലൊക്കെ ആയിരിക്കും നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത്? 5th പൊസിഷൻ, 11th പൊസിഷൻ, 17th പൊസിഷൻ. വേറെ ഒരിടത്തും വരത്തില്ല, ബാക്കി എല്ലായിടത്തും ഫ്രാക്ഷൻസേ വരത്തുള്ളൂ. അപ്പം നമുക്ക് എഴുതാം. എന്തെഴുതാം? എന്നിൻ്റെ എന്താകണം? ഒന്ന് ആദ്യമായിരുന്നു 5 അല്ലേ? 5, പിന്നെ 6, പിന്നെ അടുത്ത പൊസിഷൻ 11th പൊസിഷൻ, പിന്നെ അടുത്ത 17th പൊസിഷൻ വേണേൽ ബാക്കി എഴുതാം. നോക്കി ഇവർ എത്ര വീതം ആഡ് ചെയ്താൽ പോകുന്നത്? 6 വീതം. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 23 ആയിരിക്കും. അടുത്ത പൊസിഷൻ ആയിരിക്കും 29th പൊസിഷൻ, 9 അല്ലേ? 7 6 13. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ പൊസിഷനുകളിലൊക്കെ ആയിരിക്കും. അതായത് ഫിഫ്ത്ത് പൊസിഷനിൽ 11th പൊസിഷൻ, അങ്ങനെ 29th പൊസിഷൻ, ഈ പൊസിഷനിലൊക്കെ ആയിരിക്കും നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ മതി. ഇപ്പം മനസ്സിലായി? സിമ്പിൾ അല്ലേ? മനസ്സിലായി കാണത്തില്ല. ഫസ്റ്റ് പ്രാവശ്യം കണ്ട മനസ്സിലാവും, കൺഫ്യൂഷൻ ആവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെയല്ല മക്കളെ, ഒന്നുകൂടെ കാണാം. മനസ്സിലായാലും ഒന്നുകൂടെ കാണാം. എന്നിട്ട് തന്നെ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെയ്യണം. വെറുതെ കണ്ടിട്ട് പഠിച്ചാൽ പോരാ, തന്നെ ചെയ്ത് ഒരു പ്രാവശ്യം നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ അയക്കും. മനസ്സിലായിട്ടുണ്ടാകും അന്നേരം. ഓക്കെ മക്കളെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.